Hello, children. Let us continue with the topic that is resources and development. ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ പഠിച്ചു we talked about how resources are classified, then we talked about land as a resource. Now lastly we are going to deal with the topic soil as a resource. അപ്പോൾ ഫസ്റ്റ് സോയിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് കറക്റ്റ്. ദർ ആർ സോ മെനി ലൈഫ് ഫോംസ് ദാറ്റ് ഡിപ്പെൻഡ് കംപ്ലീറ്റ്ലി ഓൺ സോയിൽ. We have all our vegetations and plants and everything growing on the soil. We have so many microorganisms and animals that are spending their life on the soil, correct? But soil is a very huge and very important resource as a whole. അപ്പോൾ നമ്മൾ ഇനി സോയിലിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സോയിൽ ഫോർമേഷൻ ഒന്ന് നോക്കാം. ഇതൊക്കെ നമ്മൾ ലോവർ ക്ലാസ്സിൽ ചെയ്തതാണ്. ലെറ്റ് us just go through it fast. Okay, factors responsible for soil formation includes temperature. എങ്ങനെ ടെമ്പറേച്ചർ ഫൈനലി റോക്സ് ഒക്കെ പൊടി പൊടിയായിട്ടല്ലേ സോയിൽ ആവുക. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്താണെങ്കിലോ റോക്സ് ഒക്കെ എക്സ്പാൻഡ് ആവും. പിന്നെ ദേ ഡെവലപ്പ് ക്രാക്സ് ഇൻ ദം ആൻഡ് ദേ ഫൈനലി ബ്രേക്ക് ഡൗൺ. പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലത്താണെങ്കിലോ ആ റോക്സിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഐസാവും. ദാറ്റ് ഐസ് വിൽ മേക്ക് ദ ക്രാക്സ് ബിഗർ. അപ്പോൾ ഇറ്റ് വിൽ ബ്രേക്ക് ഡൗൺ ഇൻ ടു പൗഡർ. അതൊക്കെ നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചതാണ്. Then you have actions of running water. When water flows, it takes more soil particles along with it and makes them fine particles. Then you have wind. Wind can also make soil. Then glaciers and living organisms and all. Living organisms means all the decomposing organisms, your microorganisms, and even we can talk about your plant roots. Plants in the root ഒക്കെ ഓരോ കല്ലിൻ്റെ ഉള്ളിലൊക്കെ കയറി ആ കല്ലിനെ പൊടിച്ച് അങ്ങനെ സോയിൽ ഫോർമേഷനെ ലീഡ് ചെയ്യുന്നുണ്ട്. Then you have the climate. Climate will tell whether it is going to be a humid climate or wet or hot or cold and all that. Then vegetation, type of crops growing in that area. Then time, how much time it has been. So all these factors influence your soil formation and also your parent rock. The quality of the rock will determine the quality of the soil being formed. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ദ ഫോർമേഷൻ ഓഫ് സോയിൽ. പക്ഷെ പല സോയിലും വേറെ വേറെ മോഡലുണ്ടാവുക. അപ്പോൾ there are some criteria on which we can basis of which we can classify the soil particles. Let us see what they are. Okay, soil can be classified on the basis of factors like physical and chemical properties. ആ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ സോയിലിൻ്റെ കളർ, ആ സോയിലിൻ്റെ ടെക്സ്ചറും തിക്നെസ്, എത്ര കട്ടിയുണ്ട്, പൊടിയാണോ, ആ സോയിലിൻ്റെ ഏജ് വി ക്യാൻ ഫൈൻഡ്. ആൻഡ് ദെൻ ഏത് വഴി കൂടിയാണ് ആ സോയിൽ ഉണ്ടായത്, ദ ഫാക്ടർ വിച്ച് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സോയിൽ. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് യു ക്യാൻ ക്ലാസിഫൈ സോയിൽ ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ശരിക്കും ഏതൊക്കെ ടൈപ്സ് ഓഫ് സോയിലാണ്, അത് എന്തിനൊക്കെ പ്രയോജനമുള്ളതാണ്, അതെങ്ങനെ ഫോം ആയതാണ്, അത് ഇന്ത്യയിൽ എവിടെയാണ് കാണപ്പെടുന്നത്, അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us take one by one. Okay, first let us all talk about the alluvial soil. This is the most fertile soil. ഇതാണ് ഇന്ത്യയിൽ തോന സ്ഥലത്ത് കാണപ്പെടുന്ന ഈ സോയിലാണ്. മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ആണ് ഇത്. പിന്നെ ഇത് നമ്മൾ റിവേഴ്സൊക്കെ കൊണ്ടുവന്ന് മേലെ നിന്ന് കൊണ്ടുവന്ന് താഴെ ഒഴുകി കൊണ്ടുവന്ന് നല്ല ഫൈൻ പാർട്ടിക്കലായിട്ട് ഉണ്ടാവുന്ന അങ്ങനത്തെ സോയിലാണിത്. അപ്പോൾ ശരിക്കും ഒരു റിവറൊക്കെ ഒഴുകി വന്ന് അതിൻ്റെ ഡെൽറ്റ ഉണ്ടാവില്ല, അവിടെയാണ് ഈ സോയിൽ കാണപ്പെടാം. അപ്പോൾ നമ്മൾ ഹിമാലയൻ റിവേഴ്സ്, ഇൻഡസ്, ഗേഞ്ചസ് ആൻഡ് ബ്രഹ്മപുത്രൻ്റെ ഡെൽറ്റയിൽ ഇത് ശരിക്കും കാണപ്പെടും. ഇത് ഭയങ്കര ഫെർട്ടൈലായിട്ടുള്ള സോയിലാണ്. ഇറ്റ് ഈസ് വെരി ഹൈലി ഫെർട്ടൈൽ. ഇനി ഈ സോയിലിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ദിസ് സോയിൽ ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ദ റിവർ വാലീസ് ഓഫ് നോർത്തേൺ പ്ലെയിൻസ്, സ്ട്രിപ്സ് ഇൻ ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ, ഇൻ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്, ഇൻ ദ ഡെൽറ്റാസ് ഓഫ് പെനിൻസുലാർ റിവേഴ്സ്. അപ്പോൾ എല്ലാ പെനിൻസുലാർ റിവേഴ്സിൻ്റെ ഡെൽറ്റയിലും ഈ സോയിൽ കാണപ്പെടും. അപ്പോൾ ശരിക്കും ഈ സോയിൽ എന്തിനാണ് ഇത്ര ഫെർട്ടൈൽ ആവുന്നത്, അത്രയും ദൂരെ യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ലാസ്റ്റ് പൊടിയായിട്ട് നല്ല ഫൈൻ സോയിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് റിവറിൻ്റെ ഡെൽറ്റയിലാണ് ഇവർ കാണപ്പെടുക. അപ്പോൾ ഹിമാലയത്തിൽ പെരിനിയൽ റിവേഴ്സിൻ്റെ ഡെൽറ്റയിലും ഉണ്ടാവും, പെനിൻസുലർ റിവേഴ്സിൻ്റെ ഡെൽറ്റയിലും അത് കാണപ്പെടും. It is made up of silt, sand and clay rich in nutrients like potash, phosphoric acid and lime. It is suitable for growing paddy, wheat, sugarcane and other cereal and pulse crops. ഇപ്പോൾ ശരിക്കും നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്ന വെജിറ്റേഷൻ എന്താ, നെല്ല്, പിന്നെ ഗോതമ്പ്, അതിനൊക്കെ ഇത് ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ സോയിൽ. പിന്നെ ഇത് പൊട്ടാഷിൽ റിച്ചാണ്, ഫോസ്ഫോറിക് ആസിഡ് ആൻഡ് ലൈം ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇറ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് വെരി ഫെർട്ടൈൽ.
In inland river valleys, soil particles are of bigger size. Near the break of slope, soils are coarse. These soils are more common in the plains at the foothills such as Dwara, Chos and Tirai. ഇപ്പോൾ ഇത് എവിടെയാണ് കാണപ്പെടുന്നത് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ചില സ്ഥലത്ത് അതിൻ്റെ സൈസ് കുറച്ച് വലുതാവും, ചില സ്ഥലത്ത് ഭയങ്കര ഫൈൻ പൗഡർ ആയിട്ടുണ്ടാവും. ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏജ്. The older alluvial soil further away from the river is known as Bangar. അപ്പോൾ ഓൾഡർ അലുവിയൽ സോയിൽ ഏതായിരിക്കും? റിവറിനേക്കാളും കുറച്ച് ദൂരമുള്ളതായിരിക്കും ഓൾഡർ അലുവിയൽ സോയിൽ. അതിൻ്റെ പേരാണ് ബംഗാർ. ന്യൂവർ അലുവിയൽ സോയിൽ എന്താവും? വിച്ച് ഇസ് നിയർ ടു ദ റിവർ. അതിൻ്റെ പേരാണ് ഖദർ. അപ്പോൾ ദിസ് ഈസ് ലൈറ്റർ ഇൻ കളർ. ഖദർ വന്ന് ബംഗാറിനേക്കാളും കളർ കുറച്ച് ലൈറ്റ് ഉണ്ട്. അതിന് കുറച്ച് ഫൈൻ പാർട്ടിക്കിൾസ് ആണ് ഖദറിൽ കൂടുതലുള്ളത്. ആൻഡ് ബംഗാറിനേക്കാളും ഇത് ഫെർട്ടൈലാണ്. Alluvial soils in the dry areas are more alkaline and can be productive after proper treatment and irrigation. അപ്പോൾ ഈ റിവറിൻ്റെ കൂടെ വരുന്ന റിവറിൻ്റെ ഡെൽറ്റേഴ്സിലൊക്കെ നിൽക്കുന്ന അലുവിയൽ സോയിൽ കുറച്ച് മോയിസ്റ്റ് ആയിരിക്കും. ദൂരെയുള്ള അലുവിയൽ സോയിൽസൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശരിക്കും നല്ല ഇറിഗേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെയും നല്ല ക്രോപ്സ് ഗ്രോ ചെയ്യാൻ പറ്റും. So this was about your alluvial soil. Let us now see the next type of soil. Black soil. ബ്ലാക്ക് സോയിലിന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് ബ്ലാക്ക് ഇൻ കളർ. ഓക്കെ, ഇത് വരുന്നു ശരിക്കും കോട്ടണിന് വേണ്ടി ഉഗ്രൻ സോയിലാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഗുഡ് ഗ്രോത്ത് ഓഫ് കോട്ടൺ പ്ലാന്റ്സ്. ഓക്കെ, ഇതിന് റിഗർ സോയിൽ എന്നും പറയാം. ഇത് നമ്മൾ ഫുൾ ഇന്ത്യയിൽ 16% ജോഗ്രഫിക്കൽ ഏരിയ ആണ് കവർ ചെയ്യുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സോയിൽ. ഇതിന് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ആൻഡ് മെറ്റീരിയൽ ഓഫ് ദ പേരൻറ്റ് റോക്ക് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ബ്ലാക്ക് സോയിൽ. ഈ പേരൻറ്റ് റോക്കിൻ്റെ ക്വാളിറ്റി എന്താണ് അതാ തീരുമാനിക്കുന്നത് ബ്ലാക്ക് സോയിൽ മാതിരി അത് മാറി വരുന്നത്. It is found in the Deccan Trap region and it is made up of lava flows. അപ്പോൾ ഇത് ഡെക്കൻ ട്രാപ്പ് റീജിയൻസിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ദ സോയിൽ കവേഴ്സ് ദ പ്ലാറ്റോ. ഇതിപ്പോൾ എവിടെയൊക്കെ ഉണ്ട്? സൗരാഷ്ട്ര, മഹാരാഷ്ട്ര, മാൽവ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ആൻഡ് വാലീസ് ഓഫ് ഗോദാവരി ആൻഡ് കൃഷ്ണ റിവേഴ്സ്. ഇവിടെയൊക്കെയാണ് ഈ സോയിൽ കാണപ്പെടുക. They are made of extremely fine claying materials. അവർ അത്ര നല്ല ക്ലേയി മെറ്റീരിയൽ മീൻസ് അതിൽ കൂടുതൽ വെള്ളം തങ്ങി നിൽക്കാൻ പറ്റും, അങ്ങനത്തെ ഒക്കെ ഒരു വെറൈറ്റി ആയിരിക്കും. ഇറ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഇതിൽ നല്ല ന്യൂട്രിയൻസ് ഏതൊക്കെ ഉണ്ട്? കാൽഷ്യം കാർബോണേറ്റ് ഉണ്ട്, മാഗ്നീഷ്യം കാർബോണേറ്റ് ഉണ്ട്, പൊട്ടാഷ്, ലൈം. പക്ഷേ ഫോസ്ഫോറിക് ആസിഡ് കണ്ടൻറ്റ് കുറവാണ്, ബാക്കിയൊക്കെ കൂടുതലാണ്. ഇത് സമ്മർ സീസണിൽ എന്താവും അറിയാം, ഇത് ഉണങ്ങി ഡ്രൈ ആയി അതിൽ ക്രാക്സ് ഒക്കെ പെടും. ഈ ക്രാക്സ് ഒക്കെ പെടുന്നത് കൊണ്ട് അതിന് നല്ല എയറേഷൻ കിട്ടും, സോയിലിൻ്റെ ഉള്ളിൽ നല്ല എയറേഷനൊക്കെ കിട്ടും. അപ്പോൾ ശരിക്കും നല്ല പ്ലോവിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സോയിലാണ് നമ്മൾ കൃഷി ചെയ്യാൻ. ഇത് നനവ് ആവുമ്പോൾ എന്താവും അറിയോ, സ്റ്റിക്കി മാതിരിയാവും, ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ചളി മാതിരി ആയിപ്പോയി. പിന്നെ അത് ആ അവസ്ഥയിൽ അതിനെ നമുക്ക് പ്ലോ ചെയ്ത് അതിൽ കുഴിച്ചിടാനും ചെടി വളർത്താനും ഒക്കെ ബുദ്ധിമുട്ടാവും. അത് ഭയങ്കര വെട്ടാവരുത്. ഇതിൻ്റെ ഇങ്ങനെ ആവാൻ കാരണം എന്താണ്? ഈ സോയിൽ നല്ല വെള്ളം തങ്ങി നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, വെള്ളത്തിന് തങ്ങി നിൽക്കാനുള്ള. ഇപ്പോൾ മോയ്സ്ചർ റിട്ടൻഷൻ കൂടുതലാണ്, വേഗം അത്ര ഉണങ്ങി കിട്ടില്ല ഈ സോയിൽ. അപ്പോൾ അതൊരു ക്ലേ മാതിരി ഉണ്ടാവും അങ്ങനെ ഈ സോയിൽ. അപ്പോൾ ഇതിൽ എന്താ ചെയ്യാനറിയോ, നമ്മൾ മൺസൂൺ തുടങ്ങുന്നതിന് മുന്നേ അതിനെ നല്ലോണം ടിൽ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം പ്ലോയിങ് ഒക്കെ ചെയ്തിട്ട് ഒരു ഫസ്റ്റ് റെയിൻ ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. നമ്മൾ പ്രീ മൺസൂൺ പീരീഡ് എന്ന് പറയുമല്ലോ, നല്ല മഴ തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയ മഴ പെയ്യൂല, ആ സമയത്ത് നല്ലോണം പ്ലോയിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്കത് ടിൽ ചെയ്യാം. എന്നാലേ അപ്പോൾ നമുക്ക് പിന്നെ പ്രശ്നമില്ല, നല്ല സപ്പോർട്ട് ചെയ്യും പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ. Next type of soil we'll be seeing is red and yellow soil. അപ്പോൾ as the name suggests, it has red and yellow color. Okay, red ആവാൻ കാരണം എന്താണ്? Because of diffusion of iron particles in crystalline and metamorphic rocks in low rainfall areas of the Deccan Plateau. അപ്പോൾ ഈ ഡെക്കൻ പ്ലാറ്റ്യൂവിൽ കുറഞ്ഞ മഴ കിട്ടുന്ന സ്ഥലത്ത് ഇവിടെ അയൺ പാർട്ടിക്കിൾസ് വന്ന് ഇവിടുത്തെ പെരന്റ് റോക്കിൽ പോയി ഡിഫ്യൂസായി ഉള്ളിലേക്ക് കയറും. അപ്പോൾ അത് റെഡ് കളറായിട്ട് കാണും. പിന്നെ അത് ഹൈഡ്രേറ്റഡ് ഫോം ആകുമ്പോൾ അയൺ അല്ല, അത് വേഗം ഹൈഡ്രേറ്റ് ആവും. അപ്പോൾ ഹൈഡ്രേറ്റഡ് ഫോമിലാവുമ്പം അത് യെല്ലോ ആയിട്ട് കാണും ആ സോയിൽ. പിന്നെ ഇത് എവിടെയൊക്കെ കാണപ്പെടുന്ന? ഒറീസയിൽ, ഛത്തീസ്ഗഡിൽ, പിന്നെ സദേൺ പാർട്സ് ഓഫ് ദ മിഡിൽ ഗംഗാ പ്ലെയിൻ ആൻഡ് അലോങ് ദ പീഡ്മോണ്ട് സോൺ ഓഫ് ദ വെസ്റ്റേൺ ഗാട്സ്. ഈ പീഡ്മോണ്ട് പേര് എവിടെയോ കേട്ട മാതിരിയില്ലേ? എവിടെ കേട്ടത്? നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചില്ലേഞ്ഞോ?
അതെന്തില്ലേ ഇനി പീഡ്മോണ്ട് സർഡേനിയ. യെസ് പീഡ്മോണ്ട് സർഡേനിയ. അതെന്ത് ഇനി ഇറ്റലീൻ്റെ എന്തോ കാര്യമായിട്ടില്ല ഇനി അല്ലേ? എന്നാൽ ശരി, അതൊക്കെ പഠിച്ച് ഓർമ്മ വെച്ചോളൂ. എൻ്റെ പണി മാത്രം പറഞ്ഞു കൊടുക്കല്ല, പഠിച്ച് ഓർമ്മ വെക്കണത് നിങ്ങളെ പണിയാണ് കേട്ടോ. Okay, next we have laterite soil. Laterite soil എന്തൊക്കെ ഉണ്ട്? The word laterite has been derived from the Latin word later, which means brick. ഓക്കെ, ബ്രിക്കിന് അർത്ഥമുള്ള വേർഡാണ് ലാറ്റർ. അപ്പോൾ അതിനെ കൊണ്ട് ആ സോയിലിന് പേര് വന്ന് ലാറ്ററൈറ്റ് സോയിൽ. ഇത് എവിടെ കാണപ്പെടാം? വെരി ഹൈ ടെമ്പറേച്ചറും ഹൈ റെയിൻഫോൾ ഉള്ള സ്ഥലത്താണ് ഇത് കാണപ്പെടുക. അങ്ങനത്തെ സ്ഥലത്ത് എന്താവും, ഭയങ്കര ഹെവി റെയിൻ ആവുമ്പം വലിയ വലിയ റോക്കൊക്കെ ലീച്ചായി പോകും. ലീച്ചിങ് മീൻസ് വാട്ട്? ഇറോഷൻ ഓഫ് ദാറ്റ് റോക്ക്. അങ്ങനെ റോക്കൊക്കെ ഇറോഡായിട്ട് ലാസ്റ്റ്ലി യു ഹാവ് ദ സോയിൽ ബീങ് ഫോംഡ്. ദിസ് സോയിൽ ഹാസ് low humus content because the microorganisms get destroyed due to high temperatures. ഇപ്പോൾ നമുക്കറിയാം ഹ്യൂമസ് പറഞ്ഞാൽ എന്താ? ടോപ്പ് സോയിലിനെ പറയാം ഹ്യൂമസ്. ആ ടോപ്പ് സോയിൽ നല്ല ന്യൂട്രിയൻറ്റ് റിച്ച് ആയിരിക്കും ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ഇറ്റ്. പക്ഷേ ഈ സോയിൽ എവിടെ കാണപ്പെടുന്നത്? ഭയങ്കര ഹൈ ടെമ്പറേച്ചറുള്ള സ്ഥലത്താണ്. അവിടെ അത്രയും ഓർഗാനിസംസ് ജീവിക്കില്ല. അപ്പോൾ ഈ സോയിലിൻ്റെ ഹ്യൂമസ് കണ്ടൻറ്റ് ഭയങ്കര കുറവാണ്. It can be made cultivable with adequate amounts of manure and chemical fertilizers. പക്ഷേ ഈ സോയിലിന് നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാം if we are able to give it good manure and chemical fertilizers. It is useful for growing coffee, tea, cashew nut, tapioca and cinchona. ഇങ്ങനത്തെ കാഷ് ക്രോപ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോയിലാണിത്. These soils are found in Karnataka, Kerala, Tamil Nadu, Madhya Pradesh, Andhra Pradesh and hilly areas of Odisha and Assam. ഇങ്ങനത്തെ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ ലാറ്ററൈറ്റ് സോയിലാണ് കേട്ടോ. പിന്നെ യു ഹാവ് ദിസ് ആരിഡ് സോയിൽസ്. ഈ ആരിഡ് സോയിൽ വന്ന് റെഡ് ടു ബ്രൗൺ ഇൻ കളറാണ് ഉണ്ടാവുക. നമ്മൾ ശരിക്കും സാൻഡ് കാണുന്നില്ല തന്നെ, പുഴി. ഇത് വന്ന് സാൻഡി ഇൻ ടെക്സ്ചർ ആൻഡ് സലൈൻ ഇൻ നേച്ചർ. നല്ല ഒരു ഉപ്പ് രസം ഉണ്ടാവും ഈ മണ്ണിന്. ഇൻ സം ഏരിയാസ് കോമൺ സോൾട്ട് ഇസ് ഒബ്റ്റെയിൻ ബൈ ഇവോപ്പറേറ്റിംഗ് ദ വാട്ടർ ഫ്രം ഇറ്റ്. ചില സ്ഥലത്ത് കിട്ടുന്ന ആരിഡ് സോയിൽ വന്ന് എത്രയും ഉപ്പ് ഉണ്ടാവും എന്ന് വെച്ചാൽ അത് നമ്മൾ ഇവോപ്പറേറ്റ് ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയതിൻ്റെ ശേഷം അത് നമുക്ക് കോമൺ സോൾട്ടായിട്ട് അതിനെ യൂസ് ചെയ്യാം. അത്രയും സോൾട്ട് ഉണ്ടാവും അതിൽ. It lacks humus and moisture due to dry climate, high temperature and faster evaporation. അപ്പോൾ അഗൈൻ ലാറ്ററൈറ്റിൻ്റെ കേസിൻ്റെ മാതിരി തന്നെ ഇതും നല്ല ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്താണ് ഈ സോയിൽ കാണപ്പെടുക. അപ്പോൾ മൈക്രോ ഓർഗാനിസംസിന് ഗ്രോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇറ്റ് ഹാസ് എ ലോ ഹ്യൂമസ് കണ്ടൻറ്റ്. With suitable irrigation methods, it can be used for cultivation. അപ്പോൾ ഈ സോയിലിന് നല്ല ഇറിഗേഷൻ വെള്ളം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അഗ്രികൾച്ചർ ചെയ്യാം. In the lower horizons of this soil, kankar are formed due to increasing calcium content downwards. ഇപ്പോൾ ഈ സോയിലുള്ള സ്ഥലത്ത് നമുക്ക് താഴെ എങ്ങനെ കുഴിച്ച് പോവുകയാണെങ്കിൽ അവിടെ കാൽഷ്യം കണ്ടൻറ്റ് കൂടുതലായിട്ട് കാണും. അതൊരു ലെയറായിട്ട് തന്നെ ഉണ്ടാവും. അതിനെ പറയുക കങ്കാർ. ആ കാൽഷ്യമിൻ്റെ ലെയറിനെ പറയുക കങ്കാർ. ദിസ് റെസ്ട്രിക്ട്സ് ദ ഇൻഫിൽട്രേഷൻ ഓഫ് വാട്ടർ. ഈ ലെയർ ഉള്ളതുകൊണ്ട് എന്താവും? വെള്ളം ഉള്ളിലേക്ക് സീപ്പ് ആവില്ല. അതുകൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂടൂല ഈ സ്ഥലത്ത്. It is found in western parts of Rajasthan, northern Gujarat and southern parts of Haryana. അപ്പോൾ ഈ സ്ഥലങ്ങളിലാണ് ഈ സോയിൽ കാണപ്പെടുക. ഫോറസ്റ്റ് സോയിൽസ്. ഇനി ഫോറസ്റ്റ് സോയിൽസ് എന്താണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഹില്ലി ആൻഡ് മൗണ്ടേനിയസ് ഏരിയാസ് ഓഫ് ദ കൺട്രി വെർ സഫിഷ്യൻറ്റ് ഫോറസ്റ്റ് ആർ അവൈലബിൾ. മൗണ്ടൻസിലും ഫോറസ്റ്റിലൊക്കെ കാണപ്പെടുന്ന സോയിലാണ് ഫോറസ്റ്റ് സോയിൽ. ഇതിൻ്റെ ടെക്സ്ചർ വേറെ വേറെ മൗണ്ടന് പറ്റിയിട്ട് ഏത് മൗണ്ടനാണ് നോക്കുന്ന ആ മൗണ്ടൻ്റെ എങ്ങനെ കണ്ടീഷൻസ് അതിൻ്റെ മാതിരി ആയിരിക്കും ഈ സോയിലിൻ്റെ ടെക്സ്ചറൊക്കെ. They are loamy and silty in valley sides and coarse-grained in upper slopes. ഇതിൻ്റെ അർത്ഥം എന്താ? ലോമി സോയിൽ നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചില്ലേ? നമ്മൾ കയ്യിലെടുത്തിട്ട് ഒന്ന് ഉരുട്ടി നോക്കിയാൽ അതൊരു ഉണ്ടായി കിട്ടും. അപ്പോൾ സാൻഡി സോയിൽ നമ്മൾ കയ്യിലെടുത്ത് എത്ര ഉരുട്ടിയാലും അതൊരു ഉണ്ടാവില്ല. അതേമാതിരി ക്ലേ സോയിൽ കയ്യിലെടുത്താലോ ഫുൾ ചപ്പിളിപ്പിളി ആവും. പക്ഷേ ലോമി സോയിൽ എങ്ങനത്തെ സോയിലാണ്? നല്ല ഫെർട്ടൈൽ സോയിലാണ്. നമ്മൾ പ്ലാന്റ്സിനൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റിയ സോയിലാണ് ലോമി സോയിൽ. ആ സോയിൽ എന്താണ്? നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുട്ടി നോക്കിയാൽ ഒരു നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെക്ക് ചെയ്യൂല റെഡി ആയോ മാവ്, അതേ മോഡൽ തന്നെ. അപ്പോൾ ഈ ലോമി സോയിൽ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന സോയിൽ ലോമി ആയിരിക്കും ഇവിടെ വാലി സൈഡ്സിലൊക്കെ. പക്ഷേ അത് നമ്മൾ അപ്പർ സ്ലോപ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് കോഴ്സ് മീൻസ് അതിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് വലുതായിരിക്കും, റഫ് ആയിരിക്കും.
Due to lack of forest cover in the snow-covered areas of Himalayas, the soils are acidic with low humus content. ഹിമാലയാസിലൊക്കെ നോക്കുമ്പോൾ അവിടെ ഫോറസ്റ്റ് കവർ കുറവാണ് ആ മൗണ്ടൻ ഏരിയാസിലൊക്കെ. അപ്പോൾ അവിടുത്തെ സോയിലിന് ആസിഡിക് കണ്ടൻറ്റ് കൂടുതലായിരിക്കും, പിന്നെ ഹ്യൂമസ് കണ്ടൻറ്റ് കുറവായിരിക്കും. This soil is useful for cultivating spices, tea, coffee and tropical fruits. അപ്പോൾ ഒരു സോയിൽ നമ്മൾ വിടൂല, എല്ലാ സോയിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യും. It is found in lower parts of valleys, particularly on the river terraces and in the hilly regions of Jammu and Kashmir, Himachal Pradesh, Uttarakhand, Sikkim and Arunachal Pradesh. അപ്പോൾ മക്കളെ പേരൊക്കെ പഠിച്ച് വെച്ചോളി. ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് യു ഹാവ് സോയിൽ ഇറോഷൻ. ഇപ്പോൾ സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എത്ര ടൈപ്സ് ഓഫ് സോയിൽ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ ചെറുപ്പത്തിൽ മുതൽ പഠിക്കുന്ന ഒരു സംഭവമാണ് സോയിൽ ഇറോഷൻ. അതൊന്ന് ബ്രഷപ്പ് ചെയ്യാം. സോയിൽ ഇറോഷൻ പറഞ്ഞാൽ എന്താ, ടോപ്പ് സോയിൽ ഇങ്ങനെ റിമൂവ് ചെയ്ത് പോവില്ല, വാഷ് ഡൗൺ ആവും, അതിനെ പറയാം സോയിൽ ഇറോഷൻ. ഇത് വന്ന് സോയിൽ ഇറോഷൻ നടക്കുന്നതും സോയിൽ ഫോർമേഷനും രണ്ടും ഒപ്പരം ഒരേ സമയത്ത് നടക്കുമല്ലേ. സോയിൽ ഇറോഷൻ ആവുന്നത് സോയിൽ ഫോം ആവുന്നത്, അതാണ് പറയാം soil formation. അപ്പോൾ ഇതിന് there is a balance between the two. Soil erosion and soil formation, nature always keeps a balance. പക്ഷെ എന്താവും, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് ഇടയ്ക്കിട്ട് വന്ന ആ ബാലൻസ് ഒക്കെ തകരാറാക്കി വെക്കും. ദിസ് ബാലൻസ് എങ്ങനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യും, ഡിഫോറസ്ട്രേഷൻ, ഓവർ ഗ്രേസിങ്, കൺസ്ട്രക്ഷൻസ്, മൈനിങ്, ഇതൊക്കെ ചെയ്താൽ ആ ബാലൻസ് ഒക്കെ തെറ്റിപ്പെടും. പിന്നെ എന്താവും, ഇങ്ങനെ ചെയ്തതുകൊണ്ട് എന്താവും, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ലൂസാവും, പിന്നെ ഫ്ലഡിങ് ആവാൻ സാധ്യതകളുണ്ട്. പിന്നെ നാച്ചുറൽ ഫോഴ്സസ് കൂടി സോയിൽ ഇറോഷൻ ആവുന്നത്, അത് നമ്മൾ നേരത്തെ നോക്കിയല്ലോ, വിൻഡ്, വാട്ടർ, ഗ്ലേഷ്യേഴ്സ്, ഇതൊക്കെ സോയിൽ ഇറോഷൻ ചെയ്യും. പക്ഷേ നമ്മൾ വാട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ കാര്യമായിട്ട് നമുക്ക് 2 ടൈപ്സ് ഓഫ് ഇറോഷനെ പറ്റി പറയാനുണ്ട്. ഒന്ന് ഷീറ്റ് ഇറോഷൻ. ഷീറ്റ് ഇറോഷൻ മീൻസ് ഈ മൗണ്ടൻ സൈഡിൽ നിന്ന് വാട്ടർ ഭയങ്കര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നായിട്ടൊരു ഫുൾ ഏരിയൻ്റെ സോയിൽ ഒപ്പരം ഇറോഡായി പോവും. അപ്പോൾ അതിനെ ഒപ്പരം പോണതിനെ കൊണ്ട് അതിന് ഷീറ്റ് ഇറോഷൻ എന്ന് പറയും. ഗല്ലി ഇറോഷൻ എന്താണ്, ഈ ചെറിയ ചെറിയ ചാനൽസ് മാതിരി ഉണ്ടാക്കും ഈ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ചാനൽസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് സോയിലിൽ വലിയ ഒരു ക്രാക്ക് മാതിരിയായി, ഒരു കുഴി മാതിരിയായിട്ട് അതിൽക്കൂടി വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അതിൽക്കൂടി ഇങ്ങനത്തെ അവിടുത്തെ റോക്കൊക്കെ ഇറോഡായിട്ട് സോയിൽ ഫോർമേഷൻ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ആവുമ്പോൾ എന്താവും, അവിടുത്തെ ലാൻഡ് എന്താവും, ബാഡ് ലാൻഡ് ആയിപ്പോവും അല്ലേ. ബിക്കോസ് അവിടെ എന്താണ്, ന്യൂട്രിയൻസ് ഒന്നും ഇല്ലാതെ വെള്ളത്തിൻ്റെ കൂടെ ഒക്കെ ഒഴുകിപ്പോയി പോകും. അപ്പോൾ ആ ലാൻഡ് വിൽ നോട്ട് ബി ഫിറ്റ് ഫോർ കൾട്ടിവേഷൻ. സച്ച് എ ലാൻഡ് വി കോൾ ബാഡ് ലാൻഡ്. ഓക്കെ, ഈ ബാഡ് ലാൻഡ് വന്ന് ചമ്പൽ ബേസിൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് അവിടെ പേര് പറയാം റവൈൻസ് എന്ന്. Next, let us see erosion due to wind. Wind also blows off the topsoil, no? പക്ഷേ ഇതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ എന്തൊക്കെ പറ്റും? സ്ട്രിപ്പ് ക്രോപ്പിംഗ് ചെയ്യാൻ പറ്റും. സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്താണ്, ഒരു വലിയ ഫീൽഡിൽ ഒരു സ്ട്രിപ്പായിട്ട് നമുക്ക് നമ്മളെ ക്രോപ്സിനെ സോ ചെയ്യാം. ഈ 2 സ്ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ഗ്രാസിനെയും സോ ചെയ്യാം. അപ്പോൾ എന്താവും, നമ്മളെ ക്രോപ്പ് ഉണ്ടാവും, ഗ്രാസ് ഉണ്ടാവും, ക്രോപ്പ് ഉണ്ടാവും, ഗ്രാസ് ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ ആ രീതിക്ക് ആവുമ്പം വിൻഡ് സ്പീഡിനെ കൊണ്ട് ഈ ക്രോപ്സിൽ ഇപ്പം വിൻഡിൻ്റെ സ്പീഡ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ വിൻഡിൻ്റെ സ്പീഡ് ബ്രേക്ക് ആവുന്നതുകൊണ്ട് വി ക്യാൻ സ്റ്റോപ്പ് ഇറോഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബൈ മേക്കിംഗ് ഷെൽട്ടർ ബെൽറ്റ്സ്. ഷെൽട്ടർ ബെൽറ്റ്സ് എന്താണ്, നമ്മൾ ഗ്രോ ചെയ്യുന്ന ഫീൽഡിൻ്റെ ചുറ്റും ഒരു ട്രീസ്, വലിയ വലിയ ട്രീസിനെ ഗ്രോ ചെയ്യണം. അപ്പോൾ ആ ട്രീസ് എന്താവും, വിൻഡ് സ്പീഡിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കെട്ടുന്ന ട്രീസിനെ പറയാം ഷെൽട്ടർ ബെൽറ്റ്. Okay, last let us see how to stop soil erosion. There are many ways by which soil erosion can be prevented. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് കൗണ്ടർ പ്ലോയിങ്. ഈ കൗണ്ടർ പ്ലോയിങ് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ മൗണ്ടേനിയസ് റീജിയൻസിലാണ് യൂസ് ആവുക. ഇപ്പോൾ മൗണ്ടേനിയസ് റീജിയനിൽ മേലെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുമ്പോൾ ആ വെള്ളത്തിന് നല്ല സ്പീഡ് ഉണ്ടാവും, സ്ലോപ്പ് എല്ലാം ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിന് നല്ല സ്പീഡ് ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഒഴുകുന്ന ഡയറക്ഷനിൽ തന്നെയാണ് നമ്മളെ ഫീൽഡ് ഉള്ളതെന്ന് വിചാരിച്ചോളി. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് അവിടെ ഗല്ലീസ് ഫോം ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സോയിൽ ഇറോഷൻ കൂടിപ്പോവും. പക്ഷെ നമ്മൾ ക്രോപ്സ് പ്ലേസ് ചെയ്തത് ആ വെള്ളത്തിൻ്റെ ഫ്ലോ ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലർ ആണെങ്കിലോ ആ വെള്ളത്തിന് ഫ്ലോൻ്റെ സ്പീഡ് കുറഞ്ഞ് കിട്ടാൻ പറ്റും. അപ്പോൾ അതിനെ പറയാം കോൺട്ര പ്ലോയിങ്. വെൻ വി പ്ലോ, അപ്പോൾ നമ്മൾ മണ്ണൊക്കെ പ്ലോ ചെയ്ത് നമ്മൾ പ്ലാന്റ്സിനൊക്കെ ഗ്രോ ചെയ്യുന്നത് ഈ സ്ലോപ്പിൻ്റെ ഓപ്പോസിറ്റ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായാൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ചെക്കിങ് യുവർ സോയിൽ ഇറോഷൻ. അതേമാതിരി ടെറസ് ഫാമിങ്, അതും മൗണ്ടനസ് റീജിയനിൽ സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ എന്താ, ഈ വെള്ളം ഒരു സ്റ്റെപ്പിൽ നിന്ന് വീണ് അടുത്ത സ്റ്റെപ്പിൽ നിന്ന് കുറച്ച് സ്ട്രേറ്റ് ലാൻഡ് ഉണ്ടാവും.
ആ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു പോകും. പിന്നെ അത്രയും നേരം വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ നല്ല വാട്ടർ ഉള്ളിലേക്ക് അബ്സോർവ് ആകാനുള്ള സമയവും ഉണ്ടാവും. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് വെള്ളം അങ്ങനെ സ്റ്റെപ്പാക്കി വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ സ്പീഡ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ വി ക്യാൻ പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. ദെൻ യു ക്യാൻ ഡൂ ബൈ റെസ്ട്രിക്റ്റിംഗ് ഗ്രേസിങ് ഓഫ് ആനിമൽസ്. ഗ്രേസ് ലാൻഡ്സ് പാസ്റ്റേഴ്സിൽ മാത്രമേ ആനിമൽസിനെ നമുക്ക് ഗ്രേസിങ്ങിന് വിടാം. അഗ്രികൾച്ചറൽ ഏരിയാസിലും നല്ല പ്ലാന്റ് കൾട്ടിവേഷൻ ചെയ്യുന്ന സ്ഥലത്തും ഗ്രേസ് ലാൻഡ്സ് ആക്കി വിടരുത്. Then you have barren hill slopes-ലൊക്കെ plant ട്രീസിനെ പ്ലാന്റ് ചെയ്താൽ എന്താവും, ട്രീസ് വിൽ ചെക്ക് യുവർ സോയിൽ ഇറോഷൻ. പിന്നെ ഡാംസ് ഉണ്ടാക്കിയാലും നമ്മൾ സോയിൽ ഇറോഷൻ വാട്ടറിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. Then that will enable to prevent soil erosion. So children, with this we come to the end of your lesson. Hope you all understood and liked the chapter. Bye.